നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. UDF സർക്കാരിന്റെ കാലത്ത് തീരെഴുതാൻ ഒരുങ്ങിയ വയലുകളിൽ കൃഷി ഇറക്കാൻ സർക്കാർ. മെത്രാൻ കായലും ആറന്മുളയും ആദ്യ പരിഗണനയിൽ. ഉടൻ റിപ്പോർട്ട് നൽകാൻ വകുപ്പ് സെക്രട്ടറിക്ക് കൃഷിമന്ത്രിയുടെ നിർദ്ദേശം. ഈ മാസം 17 VS സുനിൽകുമാർ മെത്രാൻ കായൽ സന്ദർശിക്കും. പോലീസിനെ വെല്ലുവിളിച്ചും ശാസിച്ചും ഷൊർണൂർ MLA PK ശശി. CPM പ്രവർത്തകരെ ആക്രമിച്ചവരെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണി. പോക്കൃത്തം കാണിച്ച് ഈ തെമ്മാടികളെ അഴിഞ്ഞാടാൻ വിടുക. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കാക്കിയിട്ടമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പ്രകോപിപ്പിച്ചത് രാഷ്ട്രീയ സംഘർഷത്തിൽ നടപടിയെടുക്കാത്തത്. ജനരോഷത്തിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് വിശദീകരണം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ 1-ാം പ്രതി. ബന്ധു മുൻ MD KA രതീഷ് 2-ാം പ്രതി. കേസ് 30 കോടിക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ. ഉഡ്ത പഞ്ചാബിന് 2 ദിവസത്തിനകം സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി. ചിത്രത്തിലെ ഒരു രംഗം മാത്രം ഒഴിവാക്കിയാൽ മതി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്ന് കോടതി. തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കുന്ന സമിതി റിപ്പോർട്ട് പതിവ് പടിയാകില്ലെന്ന് VM സുധീറിന്റെ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി. പരാജയം പഠിക്കുന്ന മേഖലാ സമിതികൾക്ക് 19 പരിശോധനാ വിഷയങ്ങൾ. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടതായി പോലീസ്. 3 CRPF ഭടന്മാർക്ക് പരിക്ക്. പശ്ചിമ ബംഗാളിൽ CPM കോൺഗ്രസ് സഹകരണം തുടരും. മമതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ യോജിച്ച പ്രക്ഷോഭമെന്ന് PCC അധ്യക്ഷൻ ആദിർ രഞ്ജൻ ചൗധരി. കോൺഗ്രസുമായുള്ള സഹകരണത്തെ പരസ്യമായി ന്യായീകരിച്ച് CPM ബംഗാൾ ഘടകം. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന്റെ കണ്ണീര്. ഹാൻഡ്ഗോളിൽ പെറുവിനോട് തോറ്റു പുറത്ത്. Andy Polo for Peru. Has he got the pace here? Andy Polo pulls back. Oh, wow! Well, Brazil claim handball, but Raul Ruidiaz. സിംബാബ്വെക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക്. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. UDF സർക്കാരിന്റെ കാലത്തെ വിവാദ പദ്ധതി പ്രദേശങ്ങളിൽ കൃഷി ഇറക്കാനുള്ള നീക്കവുമായി കൃഷി വകുപ്പ് രംഗത്ത്. മെത്രാൻ കായലിലും ആറന്മുളയിലും കൃഷി ചെയ്യാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ വകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമിയെ ചുമതലപ്പെടുത്തി. മെത്രാൻ കായൽ ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിവാദമായിരുന്ന പ്രദേശങ്ങളിൽ കൃഷിയിറക്കാനാണ് കൃഷി വകുപ്പിന്റെ തീരുമാനം. ആദ്യപടി എന്ന നിലയിൽ മെത്രാൻ കായലിൽ കൃഷിയിറക്കും. ഇതിനായി കൃഷിമന്ത്രി VS സുനിൽകുമാർ വകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ മാസം 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 17-ന് മന്ത്രി മെത്രാൻ കായൽ സന്ദർശിക്കും. ഉടമസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയും പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയും സന്നദ്ധ പ്രവർത്തകന്മാരുടെയും കർഷക സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ തരിശ് ഭൂമിയെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തതിനും കൂടി പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ഭൂമിയിൽ എങ്ങനെ കൃഷി ഇറക്കാൻ പറ്റുമെന്നതിനെ പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നത്. അപ്പോൾ നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കൃഷിയിറക്കുന്നതും കൃഷി വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്യാനാണ് വകുപ്പിന്റെ ശ്രമമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെയോ കമ്പനികളുടെയോ കയ്യിലുള്ള നെൽവയലുകളിൽ കൃഷി ചെയ്യാനുള്ള നിയമപരമായ സാധ്യതയും വകുപ്പ് തേടുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ മുൻ മന്ത്രി മുല്ലക്കട രത്നാകരൻ MLA, UDF സെക്രട്ടറി ജോണി നെല്ലൂർ, പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ആറന്മുള സമരസമിതി നേതാവ് P പ്രസാദ് എന്നിവരാണ് ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. മന്ത്രി VS സുനിൽകുമാറിനെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മുല്ലക്കട രത്നാകരൻ, ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിൻ്റെ, ഈ തീരുമാനത്തിൻ്റെ പ്രായോഗികത നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? കാരണം ഒരു കയ്യടി കിട്ടുന്ന പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മേഖലകളിൽ മെത്രാൻ കായൽ പദ്ധതി പ്രദേശമായിക്കൊള്ളട്ടെ, ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശമായിക്കൊള്ളട്ടെ, ഇതൊക്കെ വ്യക്തികളുടെയോ ഏതെങ്കിലും കമ്പനികളുടെയോ കൈവശമാണ് ഇതിലെ ഭൂമിയിൽ അധികവും. ആറന്മുളയിൽ കുറച്ച് മിച്ചഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ഈ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും ഒക്കെ കയ്യിലുള്ള ഭൂമിയിൽ സർക്കാർ ചെലവിൽ എങ്ങനെ കൃഷി ഇറക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? അതിൻ്റെ പ്രായോഗികത എങ്ങനെ തെളിയിക്കും? ഗവൺമെൻറ് മുമ്പിലുള്ള ഒരു സാധ്യത, നമ്മുടെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിനകത്ത് തരിശ് കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാണെങ്കിൽ കൃഷിയോഗ്യമാക്കി ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള ഉത്തരവാദിത്വം
ഗവൺമെൻറ് ഏറ്റെടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ കൂട്ടായ്മകൾക്കോ കർഷകരുമായി ചേർന്ന് കൊടുക്കാനുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ്റുമായി ഈ ഭൂമിയുടെ ഉടമകൾ കൃഷി ചെയ്യാതിരുന്നാൽ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ആ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വേണ്ടി വന്നാൽ ഉടമസ്ഥർക്ക് ചെറിയ ഒരു തരം വാടക പോലെ കൊടുത്ത് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു 3 മാസം മുമ്പ് ആവശ്യപ്പെട്ടാൽ കൊയ്തൊഴിഞ്ഞതിന് ശേഷം ആ ഭൂമി തിരിച്ചു നൽകാം എന്ന ഒരു വ്യവസ്ഥ അതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലാൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അത് വേണമെങ്കിൽ ഗവൺമെൻറ് ഇനി കൊണ്ടുവരാം. അത് റവന്യൂ വകുപ്പാണ് ആ നിയമം കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇത് ഏറ്റെടുത്ത് കൃഷി നടത്താനുള്ള പ്രായോഗികമായ ഒരവസരം ഗവൺമെൻറ്റിന് കിട്ടുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൽ ഇപ്പോഴൊരു പൊതുബോധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഒരു വയലിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഒരു വയലിൻ്റെ മരണം ഒഴിവാക്കിയാൽ സത്യത്തിൽ ഭാവിയിൽ ഒരു ഗ്രാമത്തിൻ്റെ മരണം നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ കേരളത്തിൽ ആവശ്യമായ ഒരു ഘടകം ഇനിയുള്ള വയലുകൾ മരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള വയലുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി 2008 നിയമത്തെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ മെത്രാൻകായലിൻ്റെയും ആറന്മുള പുഞ്ചയുടെയും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ മൊത്തം കൃഷി ചെയ്യാൻ പറ്റുമോ, കുറച്ച് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. അവിടെ ഇടുന്ന ഓരോ വിത്തും സത്യത്തിൽ കേരളത്തിലെ ഭൂമാഫിയക്കെതിരായ സമരത്തിൻ്റെ വിത്താണ്. ഒരു വിത്ത് അവിടെ മുളച്ചാൽ സത്യത്തിൽ ആ മുളയ്ക്കുന്ന ഓരോ നെൽക്കതിരും ഒരു സമര പ്രതിരൂപമായി മാറും. അത് രണ്ടിടത്തും കൃഷി ചെയ്യുമ്പം കേരളത്തിലെ ജനങ്ങൾക്ക്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക്, പ്രകൃതിപക്ഷ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നവർക്ക് വലിയൊരു സന്ദേശം നൽകുകയാണ്. ഒരുപക്ഷെ മാഫിയകൾക്ക് വലിയൊരു ആഘാതവും ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു ആവേശവുമാകും ഈ രണ്ടിടത്ത് കൃഷി നടത്തി തുടങ്ങുമ്പോൾ. അതാണ് ഈ 2 ഇടങ്ങളുടെ വലിയ പ്രത്യേകത. അതായതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു കത്ത് കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തത്. ഇത് രണ്ടും കൃഷി ചെയ്തുകൊണ്ട് അതിന് തീർച്ചയായിട്ടും ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതിൻ്റെ ആദ്യത്തെ കൃഷി ചെലവ് മൊത്തം ഗവൺമെൻറ്റും പഞ്ചായത്തും മറ്റുള്ളവരും കൂടി ഏറ്റെടുത്താലും അതിലൊരു തെറ്റുമില്ല. കാരണം സർക്കാർ ചെലവിൽ തന്നെ ആ കൃഷി നടത്തണം ആദ്യഘട്ടം എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. ശ്രീ ജോണി നെല്ലൂർ, അതാണ് ശ്രീ മുല്ലക്കട രത്നാകരൻ പറഞ്ഞതുപോലെ ഇതൊരു സന്ദേശമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും അധികം സർക്കാർ പഴികേട്ടത് അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ പേരിലായിരുന്നു. അതിൽ തന്നെ മെത്രാൻകായൽ പ്രധാന വിഷയവുമാണ്. അങ്ങനെ ഗവൺമെന്റ് ഏറ്റവും പഴികേട്ട ഒരു വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനം തിരുത്തുക മാത്രമല്ല, ഒരു സന്ദേശമാണ് ഈ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മുല്ലക്കര അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ടൂറിസം പദ്ധതി ആയിക്കൊള്ളട്ടെ, വിമാനത്താവള പദ്ധതി ആയിക്കൊള്ളട്ടെ, അതൊന്നും നെൽവയലും തണ്ണീർത്തടവും നികത്തിക്കൊണ്ടാവാൻ പാടില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്. കൃഷിഭൂമിയായി തന്നെ നിലനിൽക്കണം, അവിടെ കൃഷി ചെയ്യണം. അക്കാര്യമാണ് ഈ തീരുമാനത്തിലൂടെ കൃഷി വകുപ്പ് നൽകുന്ന ഒരു സന്ദേശവും. അത് ഉൾക്കൊള്ളാൻ UDF-ന് കഴിയുന്നുണ്ടോ? അതിന് താങ്കൾ അടക്കമുള്ള നേതാക്കൾ തയ്യാറാണോ? ജോമർ, ഇത് 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന്, കഴിഞ്ഞ ഗവൺമെൻറ് അവസാന നാളുകളിലെടുത്ത തീരുമാനം അത് വിവാദമായപ്പോൾ അത് പിൻവലിക്കുവാനുള്ള ഒരു വലിയ മഹാമനസ്കത കാണിച്ചൊരു ഗവൺമെൻറ്റാണത്. അതിനു മുമ്പ് നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മെത്രാൻകായൽ സംബന്ധിച്ചുള്ള വിഷയം, അതുപോലെ തന്നെ മറ്റ് ആറന്മുള ഭൂമി സംബന്ധിച്ചുള്ള വിഷയം, ഈ 2 കാര്യങ്ങളും UDF ഗവൺമെൻറ്റിന് മുമ്പ് വന്ന LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ പദ്ധതി രൂപം കൊടുക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്തിട്ടുള്ളതാണ്. ശ്രീ മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിസഭയിൽ ഇരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചതാണ്. അത് പൂർത്തീകരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയട്ടെ, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വസ്തുത, ഈ കാര്യങ്ങൾ ഞാൻ അതിനോട് യോജിപ്പുള്ള ആളാണ്. 2008 ഉണ്ടാക്കിയ നിയമം, നീർത്തട ആ നിയമം, നമ്മുടെ നെൽവയൽ സംബന്ധിച്ചുള്ള നിയമം, അത് കർശനമായി പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ആ നിയമം ശരിയായ രീതിയിൽ പാലിക്കപ്പെടുവാൻ
ഉദ്യോഗസ്ഥന്മാരും ബഹുജനങ്ങളും ഒക്കെ തയ്യാറായാൽ, ആരെങ്കിലും അതിനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവരുടെ പേരിൽ നടപടിയെടുക്കുവാനുള്ള ആർജവം ഗവൺമെൻറ്റും അധികാരികളും കാണിച്ചാൽ കാര്യങ്ങളൊക്കെ നേരെയാകും. ഇവിടെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നും. ഇത് കേവലം പ്രഖ്യാപനങ്ങളായി മാത്രം നിലകൊള്ളുമോ പ്രാവർത്തികമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിന് കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ വളരെ ആവേശത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങളുടെ ഒരു കയ്യടി വാങ്ങാൻ വേണ്ടി ഒരു പ്രസ്താവന മാത്രം കൊടുത്ത് ഇത് അവസാനിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ നിയമപരവും സാങ്കേതികവുമായ വിഷയങ്ങൾ പരിഹരിച്ച് ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയൂ. ആ കാത്തിരുന്ന് കാണുമ്പോൾ ശരിയായ അർത്ഥത്തിൽ ഇത് ആത്മാർത്ഥയോടു കൂടിയാണ് ഈ പ്രഖ്യാപനമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുവാൻ ഒരു മടിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അക്കാര്യത്തിൽ ചില സംശയങ്ങൾ ബാക്കിയുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ പ്രസാദ്, ആറന്മുള വിമാനത്താവള പദ്ധതി ആ പദ്ധതി പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. അതിൻ്റെ പാരിസ്ഥിതിക അനുമതിയാണ് ഗ്രീൻ ട്രിബ്യൂണൽ റദ്ദാക്കിയ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത ക്ലിയറൻസുകളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. കമ്പനിയാണെങ്കിൽ വീണ്ടും ആ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തെ സമീപിക്കുകയുമാണ്. നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും ആ പദ്ധതി വന്നുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്ലിയറൻസ് ഒക്കെ വീണ്ടും ആക്റ്റീവ് ആകും, കമ്പനിക്ക് അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടക്കാം. അങ്ങനെ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിൽ അവിടുത്തെ ഭൂമിയിൽ, മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയോ അല്ലെങ്കിൽ KGS കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയോ ഒക്കെ ആവട്ടെ, അവിടെ കൃഷി ഇറക്കുക എന്നതുകൊണ്ട് മാത്രം വിമാനത്താവള വിരുദ്ധ സമരം അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുമോ? അല്ലെങ്കിൽ വിമാനത്താവള വിരുദ്ധ സമരത്തെ അത് കുറെ കൂടി ശക്തമാക്കുമോ? അടിസ്ഥാന പ്രശ്നം, അടിസ്ഥാനപരമായി നിങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന അപകടം അതിപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ? വിമാനത്താവളം വന്നുകൂടായികയില്ല ഇപ്പോഴും എന്ന് തന്നെയല്ലേ അവിടുത്തെ അവസ്ഥ? ഇല്ല, വിമാനത്താവളം വരികയില്ല എന്ന് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. ഏത് ഭരണകൂടമായിക്കോട്ടെ, ഏത് സംവിധാനങ്ങളായിക്കോട്ടെ, ആരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വന്നാലും വിമാനത്താവളം നിർമ്മിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ആറന്മുളയിലെ ജനത ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ ചലഞ്ച് ചെയ്യാൻ, ആ തീരുമാനത്തെ ധിക്കരിച്ചിട്ട് ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ജനങ്ങളുടെ ജീവിതമാണ് അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ജീവിതം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനത സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ തടയാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല എന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആറന്മുളയിൽ വിമാനത്താവളം വരും എന്ന് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല, വരികയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുമുണ്ട്. ഇനി ഇവിടെ കൃഷിവകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആറന്മുളയിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നത്. ആ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആറന്മുളയിലെ കൃഷിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കൃഷി ചെയ്യണം, ഞങ്ങളുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. അവിടെ ഒരു പാലം നിർമ്മിച്ചത് മുതൽ തുടങ്ങുന്നു അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. കോഴിത്തോട് പാലം നിർമ്മിച്ചത് മുതൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ വെള്ളക്കെട്ടായി മാറി. ആ വെള്ളക്കെട്ട് ചുളുവിലക്ക് അടിച്ചു മാറ്റിയെടുക്കാനുള്ള നീക്കങ്ങളായി. അങ്ങനെയാണ് ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടിയത്. തോട് നികത്തി, അവിടുത്തെ വയലുകൾ നികത്താൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചു. കുറേ ഭാഗം മണ്ണ് കുന്നുകൾ ഇടിച്ച് നികത്തി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ LDF ഗവൺമെന്റിന്റെ കാലത്താണ് ഇതെല്ലാം ചെയ്തത്. അത് അവർ മാത്രമാണ് അത് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള മുമ്പോട്ട് കൊണ്ടുവരുന്നു, ഒന്നും ചെയ്തില്ല. ഇവിടെ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകളെല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. 2006-2011 കാലഘട്ടത്തിലെ സർക്കാർ KGS ഗ്രൂപ്പിനെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള എത്രയോ രേഖകൾ, ആ രേഖകളെല്ലാം എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ഏത് കാലത്താണ് മണ്ണിട്ട് നികത്തിയത്, UDF ഗവൺമെന്റിന്റെ കാലത്താണ് മണ്ണിട്ട് നികത്തിയത് എന്നത് ഒഴിവാക്കുന്ന രേഖകളും എൻ്റെ കൈവശം ഇപ്പോൾ തന്നെയും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം വേറെ ആരെങ്കിലും മണ്ടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഒരു ഗവൺമെന്റ് അവസാന കാലത്തെ ഉത്തരവിൽ നിന്ന് പിൻവലിക്കുന്നതിന് അദ്ദേഹം മഹാമനസ്കത എന്നൊരു വാക്കുകൊണ്ടാണ് അടയാളപ്പെടുത്തിയത്. UDFന്റെ അവസാന കാലത്തെ ചില കടുംവെട്ട് ഉത്തരവുകൾ കൊണ്ടുവരികയും ശക്തമായ ബഹുജന രോഷം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ അത് പിൻവലിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞതിനെ വലിയ മഹാമനസ്കത എന്ന വാക്കുകൊണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ നാട്ടിൽ ജനങ്ങൾ അതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ആറന്മുളയിൽ കൃഷി നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വയലുകൾ സംരക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അവിടുത്തെ കൃഷിക്കാരുമായി കൂടിയാലോചിച്ച് മണ്ണിട്ട് നികത്തിയ തോട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയി വാങ്ങിച്ച ഉത്തരവുണ്ട്. ആരുടെയും ഔദാര്യമല്ല. ഞങ്ങൾ സമരം ചെയ്ത് നിയമപോരാട്ടങ്ങൾ നടത്തി ഞങ്ങൾ നേടിയെടുത്ത ഉത്തരവിന്റെ മുകളിൽ
ഈ പത്തനംതിട്ട ജില്ലാ കളക്ടർ എത്ര മാസം എത്ര വർഷം അടയിരിക്കുകയായിരുന്നു എന്നറിയുമോ? ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അല്പം മണ്ണ് മാത്രം മാറ്റി നീക്കിയിട്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവർ വലിയ രാജഭക്തി പ്രകടിപ്പിച്ച, രാജാവിനേക്കാൾ വലിയ ഭക്തി പ്രകടിപ്പിച്ച KGS വേണ്ടി വിടുപണി ചെയ്യുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അതൊന്നും നടക്കുകയില്ല എന്നുറപ്പാണ്. പ്രാഥമികമായ ചില കാര്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങിയിരിക്കുന്നു. ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ കൃഷി പുനരാരംഭിക്കും എന്ന്. അതിന്റെ പ്രായോഗികത നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ താങ്കളിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഞാൻ നേരത്തെ ശ്രീ പ്രസാദിനോട് ചോദിച്ചതുപോലെ തന്നെ മെത്രാൻകായൽ ആയിക്കൊള്ളട്ടെ ആറന്മുള ആയിക്കൊള്ളട്ടെ, നമുക്ക് ഈ രണ്ട് പദ്ധതികളും എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്ന നില ഇപ്പോൾ കൈവന്നിട്ടില്ലല്ലോ. ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഒരു കേസിൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി. അതിൻ്റെ തൽസ്ഥിതി നിലനിർത്താനാണ് ഹൈക്കോടതി മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആറന്മുളയിൽ പക്ഷേ ഗ്രീൻ ട്രിബ്യൂണൽ അത് തള്ളി സുപ്രീം കോടതി അത് ശരിവെച്ചു. കമ്പനി വീണ്ടും ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തെ സമീപിച്ചിട്ടുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ തരിശായ ഭൂമി പദ്ധതി പ്രദേശങ്ങൾ ഇപ്പോൾ ആറന്മുളയും മെത്രാൻകായലും മാത്രം എടുക്കുക, അവിടെ കൃഷി ഇറക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ, തീരുമോ? ആ പദ്ധതിക്കെതിരെ സമരം നടക്കുന്നവരുടെ ആശങ്കകൾ അതുകൊണ്ട് അവസാനിക്കുമോ? വിജയകുമാർ, ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ സർക്കാർ വന്ന ശേഷം ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു. അത് കേരളത്തിലെ ഏത് നെൽവയലായാലും അത് തരിശിട്ടിരിക്കുകയാണെങ്കിൽ സർക്കാർ അത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനത്തെ 100% അംഗീകരിച്ചുകൊണ്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന നിയമവിരുദ്ധമായിട്ടുള്ള, നയവിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കാൻ. പ്രായോഗികമായ പ്രശ്നമാണ് വിജയകുമാർ ഉന്നയിച്ചത്. അത് ആറന്മുളയിലും മെത്രാൻകായലിലും ഉൾപ്പെടെയുള്ള നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതികൾ കിട്ടിയിട്ടുള്ള പ്രോജക്റ്റ് സൈറ്റുകളിൽ ഇനി സർക്കാരിന് കൃഷി നടത്താൻ കഴിയുമോ? അവിടെ നിലവിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആറന്മുള വിമാനത്താവള പദ്ധതി ആയാലും മെത്രാൻകായലിലെ പദ്ധതി ആയാലും തത്വത്തിലുള്ള അനുമതികൾ വ്യവസായ മേഖലാ പ്രഖ്യാപനം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. നിയമസഭപരമായി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1500 ഏക്കറോളം ഭൂമി കൈവശം വെക്കാനുള്ള വ്യവസായ മേഖലാ പ്രഖ്യാപനം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ക്യാബിനറ്റ് അറിയാതെ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ ഇറക്കുകയും അത് ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും വ്യവസായ മേഖല തന്നെയാണ് ആ ഭൂമി. അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടതായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന മറ്റ് NOCകൾ ആ പരിസരത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ പതിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു UDF സർക്കാർ കൊടുത്ത ഉത്തരവുകൾ, അതേസമയം തന്നെ ഹൈക്കോടതി അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റാൻ പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവുകൾ, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് അവസാനിച്ചു എന്ന് നിയമപരമായി പറയാൻ കഴിയില്ല. എന്നാൽ ശ്രീ പ്രസാദ് പറഞ്ഞതുപോലെ അവിടുത്തെ ജനങ്ങളത് അനുവദിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ടും ഇപ്പോഴത്തെ സർക്കാർ നയപരമായി ഈ പ്രോജക്റ്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും കൃഷി ഇറക്കുക എന്നത് ഒരു സമരമാണ്. ആ സമരം സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രായോഗികത നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കാരണം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമികൾ സർക്കാരിലേക്ക് കൃഷി ചെയ്യാൻ തരില്ല എന്നതാണ് അവരെടുക്കുന്ന നിലപാടെങ്കിൽ തീർച്ചയായിട്ടും വ്യവസായ മേഖലാ പ്രഖ്യാപനം റദ്ദ് ചെയ്യാതെ, നേരത്തെ UDF സർക്കാർ ഇറക്കിയ സർക്കാർ ഉത്തരവുകൾ റദ്ദ് ചെയ്യാതെ ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മുല്ലക്കട രത്നാകരൻ, ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ, അതായത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരിൻ്റെ കാലത്ത് ആണ് ഈ രണ്ട് പദ്ധതികളും ഒറിജിനേറ്റ് ചെയ്തത്. രണ്ട് പദ്ധതികളും രൂപപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. താങ്കൾ മന്ത്രി എന്ന നിലയിൽ എതിർത്തിട്ടുള്ളതാണ് ഈ രണ്ട് പദ്ധതികളെയും എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ ആ ഘട്ടത്തിൽ കൃഷിമന്ത്രിയായിരുന്ന താങ്കൾ ആ പദ്ധതിയെ, വ്യവസായ വകുപ്പിൻ്റെ പദ്ധതി നിർദ്ദേശത്തെ പൂർണ്ണമായും എതിർക്കുകയും അത് കൃഷിഭൂമിയായി നിലനിൽക്കണം, അത് കൃഷി നടക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. വ്യക്തിപരമായി ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഈ രണ്ട് കാര്യത്തിലും താങ്കളെ ചെയ്യുന്നത്. പക്ഷേ ഇടത് സർക്കാർ, പുതിയ ഇടതുമുന്നണി സർക്കാർ ആ ഒരു തെറ്റ് തിരുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം ആറന്മുളയുടെ കാര്യത്തിൽ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ, അതായത് തത്വത്തിലുള്ള അംഗീകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകിയത് VS അച്യുതാനന്ദൻ സർക്കാർ ആയിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും. അത് UDF സർക്കാരിൻ്റെ കാലത്ത് അത് വേഗത്തിൽ തുടരുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ആ നിലയിൽ ഒരു തെറ്റുതിരുത്തൽ കൂടിയാണോ ഈ സർക്കാർ ചെയ്യുന്നത്?
അല്ല, കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് ധാരാളം തെറ്റുകൾ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ അവബോധം വളർത്തിക്കൊണ്ട് തിരുത്തിയെടുത്തുകൊണ്ടേ കേരളത്തിൽ ഒരു കൃഷി സാക്ഷരത അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ പറ്റൂ. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ മനസ്സിൽ കൃഷിയെ ഒരു പുതിയ അർത്ഥത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്, പരിരക്ഷിക്കേണ്ടതുണ്ട്, പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആറന്മുളയാകട്ടെ മെത്രാൻകായൽ വിഷയത്തിലാവട്ടെ, അവിടെ കൃഷിയല്ലാതെ വേറൊന്നും ചെയ്യാൻ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളനുസരിച്ച് പറ്റുകയില്ല. അവിടെ കൃഷി ചെയ്യാനേ പറ്റൂ ആർക്കും. അതല്ലാതെ കേരളത്തിലെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അനുസരിച്ചാണെങ്കിലും പാരിസ്ഥിതിക നിയമം അനുസരിച്ചാണെങ്കിലും മറ്റ് നിയമങ്ങളനുസരിച്ചാണെങ്കിലും അവിടെ കൃഷി നടത്തി ആ ഭൂമിയുടെ ഭാവിയെയും കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിൻ്റെ ശക്തിപ്പെടുത്തൽ വേണമെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവരും. കാരണം കൃഷിയാണ് അവിടെ ചെയ്യേണ്ടത്. കൃഷിഭൂമിയിൽ വേറൊന്നും ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ് തന്നെ വാക്കാൽ പറഞ്ഞ ഒരു കാലമുണ്ട്, കൃഷിഭൂമി കൃഷിക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു നിയമം കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമം കൊണ്ടുവന്നില്ല. ആ നിയമം കൊണ്ടുവരണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരണം. അതായത് മെത്രാൻ കായലാണെങ്കിലും ആറന്മുള പുഞ്ചയാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരുന്നത് കൃഷിയാണ്. 2007 വരെ മെത്രാൻ കായലിൽ ചെറിയ സ്ഥലത്തെങ്കിലും കൃഷി നടന്നിട്ടുണ്ട്. ആറന്മുള പുഞ്ചയിൽ കൃഷി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കൃഷി വിപുലമായ അർത്ഥത്തിൽ ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ പോലെ കൃഷി എന്ന് പറയുന്നത് ഒരു സമരമാണ്. മഹാത്മാഗാന്ധിക്ക് പരുത്തി ഒരു സമരമായിരുന്നു, ഖദർ ഒരു സമരമായിരുന്നു. കേരളത്തിലിപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഭൂമാഫിയക്കെതിരായ സമരമാണ്. ഓരോ നെൽച്ചെടിയും ഓരോ സമരരൂപമാണ്, ഓരോ വിത്തും. പിന്നെ ഇവിടെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഇതിന് പറ്റിയ വിത്ത് കണ്ടെത്തണം. വെള്ളം പ്രദേശമുണ്ട്. ഇവിടെ മീൻ വളർത്താൽ കൂടെ കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് മെത്രാൻ കായലിൽ ലാഭകരമായി കർഷകന് കിട്ടാൻ അത് ചെയ്യണം. ഒരു പൊതുസമൂഹത്തിൽ നഷ്ടം സഹിച്ച് കർഷകർക്ക് ഇത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഈ പരിസ്ഥിതിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ഈ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പ്രത്യേക ആനുകൂല്യം വേണമെങ്കിൽ അത് സ്വാമിനാഥൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സുനിലിനെ അറിയാം, നമ്മുടെ പിന്നെ തൃശ്ശൂർ കോളിൽ കൃഷി ചെയ്യുന്നവർക്ക് ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ പ്രത്യേക സഹായം ഓരോ ഹെക്ടറിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്ര സഹായമാണ് കിട്ടിയത് കൊടുത്തിരുന്നത്. അപ്പോൾ കുട്ടനാടൻ മേഖലയിൽ, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ, അപ്പർ കുട്ടനാട് മേഖലയിൽ ഈ മെത്രാൻ കായൽ പോലെ ഒരു മീനും ഒരു നെല്ലും കൃഷി ചെയ്യുന്നിടത്ത് ആ കൃഷി നടത്തുമ്പോൾ അവർക്ക് വരുന്ന നഷ്ടം പൊതുസമൂഹം ഏറ്റെടുക്കണം. കാരണം പൊതുസമൂഹത്തിൻ്റെ പാരിസ്ഥിതികമായ ഐശ്വര്യത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ ഗ്രാമങ്ങൾ നാളെ അനുഭവിക്കാൻ പോകുന്ന വരൾച്ച പോലുള്ള അല്ലെങ്കിൽ മറ്റു തരം പ്രകൃതി ഭീഷണികൾക്കെതിരായും കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വയൽ മരണപ്പെടുമ്പോൾ സംഭവിക്കുന്നത് നാളെ ഒരു ഗ്രാമത്തിൻ്റെ മരണം സംഭവിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഒരു പൊതുസമൂഹത്തിന് വയൽ നിലനിർത്താനുള്ള ബാധ്യതയുണ്ട്. വയറുള്ള മനുഷ്യൻ വയൽ കൂടെ നിലനിർത്തിയേ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂ. അതാണ്, വയലുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. നമുക്കതിന് വേണ്ടുന്ന തരത്തിലേക്ക് സംവിധാനങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുപോകുകയും വേണം. ശ്രീ ജോണി നെല്ലൂർ, താങ്കൾ പറഞ്ഞുവല്ലോ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കണമെന്ന്. പക്ഷേ UDF സർക്കാർ അക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചോ? ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ എത്രയോ തവണ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു താങ്കൾ കൂടി ആ UDF ഉപസമിതിയിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ഈ നിയമത്തിൻ്റെ പ്രായോഗികത സംബന്ധിച്ചും ഭേദഗതി സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ UDF ഒരു ഉപസമിതിയെ തന്നെ വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപസമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതിക്ക് നീക്കം നടക്കുന്നുമുണ്ടായിരുന്നു. ആ നിലയിൽ ആ നിയമത്തെ ദുർബലപ്പെടുത്താൻ വലിയ തോതിൽ ശ്രമം നടത്തിയിരുന്നു. എത്ര വർഷം ആ നിയമമുണ്ടായി? 2008 നിയമമുണ്ടായി. 2015 വരെയും അതിന് ഡാറ്റാ ബാങ്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് കൃത്യമായി രൂപപ്പെടുത്തി എടുത്തിട്ടില്ലാത്തതിൻ്റെ അപകടം എത്രയോ ഏക്കർ പാടങ്ങൾ ആ നിയമം വന്നതിന് ശേഷവും നികത്തപ്പെട്ടു. അത് ഈ ഡാറ്റാ ബാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഈ സർക്കാർ വ്യക്തമാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു UDF എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ UDF സർക്കാർ കാണിച്ച അലംഭാവം അല്ലെങ്കിൽ ഈ നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ച, ഇതുപോലെയുള്ള ആറന്മുള അടക്കമുള്ള പദ്ധതികളോട് കാട്ടിയ മൃദു സമീപനം അല്ലെങ്കിൽ മെത്രാൻകായൽ അടക്കമുള്ള പദ്ധതികളുടെ കാര്യത്തിൽ കാട്ടിയ
നിക്ഷേപകരോട് കാട്ടിയ വലിയ താല്പര്യമൊക്കെ വലിയ പിന്തുണയൊക്കെ ആരും മറന്നു പോകില്ലല്ലോ. എങ്ങനെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുമ്പോഴും UDF സർക്കാരിൻ്റെ വീഴ്ചകൾ അത് വീഴ്ചകളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ജോമറെ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചകളാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഞാൻ ആരംഭത്തിൽ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും എടുത്താൽ ആറന്മുള പുഞ്ച സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ മെത്രാൻകായൽ സംബന്ധിച്ചാണെങ്കിലും ഇതിൻ്റെ ഫയലുകൾ ഒറിജിനേറ്റ് ചെയ്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. അതൊരു പരസ്യമായ സത്യമല്ലേ? അവർ ഒറിജിനേറ്റ് ചെയ്തു, അത് പരിപൂർണമായ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആറന്മുളയുടെ കാര്യത്തിൽ ശരിയാണ്. ആറന്മുളയുടെ കാര്യത്തിൽ അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ അതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ മെത്രാൻകായലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാര്യമായി എന്തെങ്കിലും നടന്നതായി നമുക്കറിവില്ല. തന്നെയുമല്ല, ആ പദ്ധതിയെ അന്ന് കൃഷി വകുപ്പ് ശക്തമായി എതിർക്കുകയും മെത്രാൻകായലിൽ കൃഷി തന്നെയാണ് വേണ്ടത് എന്ന നിർദ്ദേശം അന്ന് മന്ത്രിയായിരുന്ന ശ്രീ മുല്ലക്കര മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയുടെ കാര്യത്തിൽ ആ സർക്കാരിൻ്റെ കാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ആ ഫയൽ ഒറിജിനേറ്റ് ചെയ്യുകയും ഇതൊരു ടൂറിസം പദ്ധതിയായി വികസിപ്പിച്ച് കേരളത്തിലേക്ക് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള വലിയൊരു പ്രോജക്റ്റാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ ഒറിജിനേറ്റ് ചെയ്ത ആ കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവസാന കാലത്തൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ സ്വാഭാവികമായ തീരുമാനമെടുക്കുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് കണ്ടപ്പോൾ അത് പിൻവലിച്ചു എന്നുള്ളതാണ്. ഞാൻ മഹാമനസ്കത എന്നൊരു വാക്ക് ഉപയോഗിച്ചുവെങ്കിൽ അത് ആ അർത്ഥത്തിൽ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത്. അല്ലാതെ മഹാമനസ്കത എന്ന ആ പദത്തെ പിടിച്ചുകൊണ്ടാരും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ അതൊരു വിവാദമാണ്, ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം നാം ഇവിടെ ആലോചിക്കേണ്ടത്, ഈ രണ്ട് പദ്ധതികളെ സംബന്ധിച്ചും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന അത് ആദ്യം മാറ്റേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മാർത്ഥമായിട്ടാണ് സുനിൽകുമാർ എന്നീ പ്രസ്താവനകൾ നടത്തിയതെങ്കിൽ അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകുമ്പോൾ ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമപ്രശ്നങ്ങളൊക്കെ, ആ കുരുക്കുകളൊക്കെ അഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും പ്രായോഗിക തലത്തിലേക്ക് നടപ്പാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തിരിക്കണം, നമുക്ക് കാത്തിരുന്നേ പറ്റൂ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വിജയകുമാർ ചോദിച്ചൊരു കാര്യം, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മുല്ലക്കര രത്നാകരൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കൃഷിഭൂമി കൃഷിക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു എതിർപ്പുള്ളവരല്ല, അത് തന്നെ വേണമെന്നുള്ള ആഗ്രഹക്കാരാണ്. ഒരു ഉപസമിതി വെച്ച കാര്യം പറഞ്ഞു. എന്താ, ആ 2008 നിയമത്തിൽ പല പ്രായോഗിക വൈഷമ്യങ്ങളും ഉണ്ട് എന്ന് ബഹുജനങ്ങൾ ധാരാളമായി ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഉപസമിതി വെച്ചു. ഞാൻ ആ സമിതിയിൽ അംഗമായിരുന്നു. ഞങ്ങൾ എല്ലാ ജില്ലകളിലും പോയി തെളിവെടുപ്പ് നടത്തി. എത്രയോ ആളുകളാണ് അവിടെ വന്ന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് അവിടെ വന്ന് ഞങ്ങൾക്ക് തെളിവ് നൽകിയത്. ചില പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, ഇതിന് തീരുമാനമെടുക്കുവാൻ. ഇപ്പോൾ ഒരു വീട് വയ്ക്കുവാൻ സ്ഥലമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ 5 സെന്റ് ഭൂമി നിലം മാത്രമേ ഉള്ളൂ, അതൊന്ന് പുരയിടമാക്കി ഒരു വീട് വയ്ക്കാൻ അതിന് അനുമതി കൊടുക്കുവാൻ ആരാണ് അധികാരി എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആ നിയമത്തിൽ വ്യക്തതയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കണം എന്നുള്ള ഭേദഗതികളല്ലാതെ ആ ഒറിജിനൽ നിയമത്തിൽ വെള്ളം ചേർക്കുകയോ ആ നിയമം ഏതെങ്കിലും വിധത്തിൽ മൃദുവാക്കുകയോ ചെയ്യുന്ന ഒരു നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഉപസമിതി മുന്നോട്ട് വെച്ചില്ല. അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ അത് മാറ്റുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഞങ്ങൾ വെച്ചത്. ഏതായാലും ദൗർഭാഗ്യവശാൽ അത് നിയമസഭയിൽ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ആ ഭേദഗതികളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഡേറ്റാ ബാങ്കിൻ്റെ കാര്യത്തിൽ എത്രയോ പ്രാവശ്യം ഡേറ്റാ ബാങ്കിൻ്റെ ഭാഗ്യമായി മുന്നോട്ട് പോയി, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കുറേയൊക്കെ പൂർത്തീകരിച്ചത് അബദ്ധജടിലങ്ങളായ കാര്യങ്ങൾ മാത്രമാണ്. നിലം പുരയിടമാണോ, പുരയിടം നിലമാണോ? ഒരു കാര്യം നാം ഇവിടെ ആലോചിക്കണം. കാലങ്ങളായി 100-150 വർഷങ്ങളായി പുരയിടമായി നിലകൊള്ളുന്ന നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ചില ഭൂമി അതിൻ്റെ ഒറിജിനൽ BTR രജിസ്റ്ററിൽ അത് നിലമായി കിടക്കുന്നു. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളുടെ ഉപസമിതി ചൂണ്ടിക്കാണിച്ചത്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമോ? പരിശോധനയിൽ മാത്രം യഥാർത്ഥത്തിൽ പുരയിടമാണെന്ന് ബോധ്യം വന്നാൽ മാത്രം
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സംഷൻ കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം അതിൻ്റെ എല്ലാ വശങ്ങളും എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആ നിയമത്തിൽ വെള്ളം ചേർക്കാനാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം വേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രായോഗികത അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിശോധന എന്നതിനപ്പുറത്തേക്ക് നെൽവയൽ തണ്ണീർത്തട നിയമം സമ്പൂർണ്ണമായി നടപ്പാക്കിയിട്ടുണ്ട് എന്ന വാദം ജോണി നെല്ലൂർ ഉയർത്തുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? ഇപ്പോൾ മെത്രാൻകായലിൻ്റെ കാര്യത്തിലും പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകുക എന്ന് പറഞ്ഞാൽ അത്രയും മേഖലയിൽ ഒരു നികത്തലിന് അനുമതി നൽകുക എന്നാണല്ലോ. ഞങ്ങൾ അവിടെ തണ്ണീർത്തടം നികത്താൻ അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആവർത്തിച്ചത്. അതാണോ വസ്തുത? ആ പദ്ധതിക്ക് അനുമതി നൽകുക എന്ന് പറഞ്ഞാൽ അവിടെ നികത്തലിലൂടെ മാത്രമല്ലേ ആ പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നുള്ളൂ? മെത്രാൻകായലിലും ആറന്മുളയുടെ കാര്യത്തിലും LDF സർക്കാരും UDF സർക്കാരും തമ്മിൽ കൃത്യമായ വ്യത്യാസം ഫയലുകൾ നോക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയും. LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതികൾക്കൊക്കെ അംഗീകാരം വന്ന സമയത്ത് മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ അത് നിരസിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനമാണ് വന്നത്. ആറന്മുളയുടെ കാര്യത്തിൽ 1 സെന്റ് നെൽവയൽ പോലും നികത്താൻ അനുമതി നൽകില്ല എന്ന് തന്നെയാണ് അതിൻ്റെ തത്വത്തിലുള്ള അനുമതിയുടെ കാര്യത്തിലും കൊടുത്തിരുന്നത്. ഇനി ഈ നിയമത്തിൽ വെള്ളം ചേർക്കുന്ന കാര്യം പരിശോധിച്ചാൽ തന്നെ LDF കൊണ്ടുവന്ന നിയമം UDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പായില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും അത് നടപ്പാക്കാൻ UDF സർക്കാർ എന്ന നിലയ്ക്ക് അതിനെ പ്രതിരോധിച്ചു, ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് അതിനെ പ്രതിരോധിച്ചു. കേരളത്തിൽ എവിടെയെല്ലാം നെൽവയൽ നികത്തുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ സർക്കാർ വളരെ പബ്ലിക്കായി തന്നെ അത് നികത്തുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലപാടെടുത്തു എന്ന് മാത്രമല്ല 3 വട്ടം ക്യാബിനറ്റിൽ ചർച്ചയില്ലാതെ, UDF ചർച്ചയില്ലാതെ, കോൺഗ്രസിൽ ചർച്ചയില്ലാതെ, KPCCയിൽ ചർച്ചയില്ലാതെ, പാർലമെന്ററി പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ചർച്ചയില്ലാതെ 3 തവണയാണ് ആ നിയമം അട്ടിമറിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തത്. 10 ഏക്കർ വരെയുള്ള നെൽവയൽ നികത്തൽ സമ്പൂർണ്ണമായി റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള ക്യാബിനറ്റ് തീരുമാനം അടിച്ചതിൻ്റെ കോപ്പി ഉൾപ്പെടെ മാതൃഭൂമി പത്രം വാർത്ത അടിച്ചപ്പോഴാണ്, പിറ്റേ ദിവസം 1-ാം പേജിൽ വാർത്ത കൊടുത്തപ്പോഴാണ് മന്ത്രി അത് വിഴുങ്ങിയത്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. തെളിവ് സഹിതം മാധ്യമങ്ങൾ പിന്നീട് വാർത്ത കൊടുത്തു. വിജയകുമാറിന് തന്നെ ഓർമ്മയുണ്ടാവും, നമ്മൾ 2 പേരും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുന്ന 3 ക്യാബിനറ്റ് തീരുമാനങ്ങൾ രഹസ്യമായി പൂഴ്ത്തിവെച്ചത് റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടെന്ന് വിജയകുമാർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ UDF സർക്കാർ വാസ്തവത്തിൽ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞ പേര് 5 സെന്റുകാരൻ്റെയും 10 സെന്റുകാരൻ്റെയും കാര്യമാണ്. ശ്രീ ജോണി നെല്ലൂർ 5 സെന്റുകാരന് ഭൂമി കൊടുക്കുന്നതിനോ 10 സെന്റ് വരെ വീട് വയ്ക്കാനുള്ള നെൽവയൽ പതിച്ചു കൊടുക്കുന്നതിനോ കേരളത്തിൽ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ 150 ഏക്കറും 200 ഏക്കറും കായൽ നികത്താനും നിലം നികത്താനും അനുമതി കൊടുക്കുന്ന തീരുമാനം UDF എടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞത് UDF-നകത്തുള്ള ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ശ്രീ VD സതീശനെ പോലെ KPCCയുടെ വൈസ് പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് രംഗത്ത് വരികയും ഇതിനെ വിമർശിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ കാര്യത്തിൽ ഡാറ്റാ ബാങ്ക് ഇറക്കുന്നതിൽ സാറ്റലൈറ്റ് ഇമേജ് വാങ്ങാൻ 2008 എടുത്ത തീരുമാനം നാം 2016 നടപ്പാകാതെ ഇരിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഡാറ്റാ ബാങ്കുകൾ ആറന്മുളയിലും മെത്രാൻകായലിലും ഉൾപ്പെടെ അന്തിമമായിട്ടില്ല. അത് അന്തിമമാക്കണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ ആദ്യം തന്നെ ചെയ്യേണ്ടത് അടിയന്തരമായി സാറ്റലൈറ്റ് ഇമേജ് പർച്ചേസ് ചെയ്ത് തെറ്റുകൾ തിരുത്തി ഡാറ്റാ ബാങ്കുകൾ പബ്ലിഷ് ചെയ്യലാണ്. ശരിയാണ്. ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ നടപടി എടുക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ആ വിഷയത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് തോന്നുന്നു. ശ്രീ മുല്ലക്കട രത്നാകരൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ് വീണ്ടും. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ക്യാബിനറ്റുകൾ, അതായത് ജനുവരി മുതലുള്ള ക്യാബിനറ്റ് തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സുനിൽകുമാർ അടക്കമുള്ളവർ ആ ഉപസമിതിയിലുണ്ട്. മന്ത്രി AK ബാലനാണ് അതിൻ്റെ അധ്യക്ഷൻ. ആ ഉപസമിതി ഈ വിഷയങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ഇതിലെ അഴിമതി, അതുപോലെ തന്നെ ക്രമക്കേട്, ഇതൊക്കെ പരിശോധിച്ച് വരികയാണ്. അതിനൊപ്പമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന, ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്ന ഇത്തരം വീഴ്ചകൾ പരിശോധിക്കുകയും അതിൻ്റെ തിരുത്തലുകൾ എന്ന നിലയിൽ അവിടെ കൃഷി തുടങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ഈ വിഷയങ്ങളെ പൊതുവെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വരികയാണോ ഈ ഗവൺമെൻറ് ചെയ്യുന്നത്, അതോ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ കാണുകയാണോ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വന്നാലും അതിന് UDF മറുപടി പറയേണ്ടി വരും ആ നിലയ്ക്ക്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതല്ല, ഈ കാര്യത്തിൽ പിന്നെ UDF ഗവൺമെൻറ് അവസാന കാലം എടുത്ത തെറ്റുകൾ
UDF-നകത്ത് തന്നെ അതൊന്നും എടുത്തുകൂടാത്ത തെറ്റുകളാണെന്ന് വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യർ വളരെ കൂടുതലാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം കേരളത്തോട് UDF പ്രകൃതിയെ സ്നേഹിക്കുന്ന, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ ഭാവിയെ പൊതുവെ സ്നേഹിക്കുന്ന മനുഷ്യരോട്, അതിൽ UDF-ലുള്ളവരോട് തന്നെ നീതീകരിക്കാനാകാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു പൊതുബോധം കേരള സമൂഹത്തിനുണ്ട്. ആ പൊതുബോധമുള്ള സമൂഹത്തിൻ്റെ പക്ഷത്തു നിന്നാണ് ഈ അവസാന കാലത്തെടുത്ത തീരുമാനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണമെന്ന് UDF-നകത്തുള്ള തന്നെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കണം. രണ്ടാമത്തെ പ്രശ്നം, ജോണി നെല്ലൂർ പറഞ്ഞ എൻ്റെ സ്നേഹിതനാണെങ്കിൽ ഒരു പ്രശ്നം തിരുത്തേണ്ടതുണ്ട്. അതായത് ഈ ഡേറ്റ ബാങ്ക് 5 വർഷം കൊണ്ട് അവർ തീരുമാനിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാന കാലത്ത്, കൃത്യ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, 2011 ഫെബ്രുവരി 1 ഈ കോട്ടയം ജില്ലയിലെ മെത്രാൻകായൽ സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണ് കോട്ടയം ജില്ലയിൽ ഡേറ്റാ ബാങ്ക് LDF ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചതാണ്. അന്ന് മിനി ആൻ്റണി ആയിരുന്നു കോട്ടയം കളക്ടർ. ഈ മെത്രാൻകായലിൽ കൃഷി നടത്താൻ വേണ്ടി 3 യോഗം എൻ്റെ അധ്യക്ഷതയിൽ തന്നെ കോട്ടയം കളക്ടറേറ്റിൽ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം രേഖകൾ വിവരാവകാശം അനുസരിച്ച് ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഉദ്ദേശത്തോടെ ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട, തമിഴ്നാട് ഗവൺമെൻറ് ആണെങ്കിൽ ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ കോപ്പി ഞങ്ങളോട് തന്നെ അന്ന് ചോദിച്ചതാണ്. കാരണം ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഭൂമാഫിയയും ഈ വ്യവസായ താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും കൊണ്ട് ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത പരിക്കേൽക്കുന്ന ഒരു കാലത്ത് അതിലേറ്റവും വലിയ പരിക്കേൽക്കുന്നത് നെൽവയലിനാണ്. അങ്ങനെ അത് സംരക്ഷിക്കാൻ കൊണ്ടുവന്ന ഒരു നിയമത്തെ പരിപോഷിപ്പിക്കാനും പരിരക്ഷിക്കാനും കേരളത്തിലെ ഭൂമാഫിയയെ അവരുടെ താല്പര്യങ്ങളെ ചെറുത്തു നിർത്താനുമുള്ള നിയമം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് പകരം അതിനെ ദുർബലപ്പെടുത്താൻ എടുത്ത തീരുമാനങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. പരിശോധിക്കപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതാരുടെ താല്പര്യമനുസരിച്ചാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്, അതിൻ്റെ പിന്നിലെ പ്രേരണ എന്തായിരുന്നു, അതിൽ അഴിമതിയോ മറ്റു താല്പര്യങ്ങളോ ഉള്ളത് എത്രത്തോളമാണ്, എന്തിനു വേണ്ടി ചെയ്തതാണ് എന്ന് UDF-നകത്ത് തന്നെ ആക്ഷേപം ഉയർന്ന് പരിശോധിക്കണമെന്ന് വരുമ്പം അതിൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ പകപോക്കലല്ല, ആരെങ്കിലോടുള്ള പ്രത്യേകമായ വിരോധം കൊണ്ടല്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരു ഗവൺമെൻറ്റും ഇത്തരം തെറ്റുകൾ ഭാവിയിൽ പ്രകൃതിക്കും കൃഷിക്കും പരിസ്ഥിതിക്കും എതിരായി ചെയ്തുകൂടാ. സ്വാർത്ഥ താൽപര്യങ്ങളുള്ള മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാവിയെ ഹനിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൂടാ. അത് ഒരു ഗവൺമെൻറ്റും കൈക്കൊണ്ടുകൂടാ എന്നതിന് പാഠമാകാനാണ് ആ തീരുമാനങ്ങൾ പരിശോധിക്കുന്നത്, പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നത്. അത് വരുന്ന ഏത് ഗവൺമെൻറ്റിനും ശരി ചെയ്യാനുള്ള, മനുഷ്യപക്ഷത്ത് നിൽക്കാനുള്ള ഒരു കാവൽ ശക്തിയായി, കരുത്തായി മാറണം എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ ജോണി നെല്ലൂർ, ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ സമാനമായ ഇടപാടായിരുന്നല്ലോ പുത്തൻവേലിക്കരയിൽ നടന്നത്. അവിടെ സർക്കാരിൻ്റെ മിച്ചഭൂമിയാണ്. ഇനിയിപ്പോൾ സർക്കാരിന് വേഗത്തിൽ കൃഷി നടത്താവുന്ന, അല്ലെങ്കിൽ പാടശേഖര സമിതികൾക്കോ കർഷക സമിതികൾക്കോ ഒക്കെ കൈമാറാവുന്ന ഭൂമിയാണ് കൃഷിക്ക് വേണ്ടി ഈ പിടിച്ചു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റെടുത്ത ഭൂമി. അത് മിച്ചഭൂമിയായി കണ്ട് ഏറ്റെടുത്തതാണല്ലോ. അത് കഴിഞ്ഞ സർക്കാർ, നിങ്ങളുടെ സർക്കാരാണല്ലോ അത് സന്തോഷ് മാധവൻ്റെ ഒരു ബിനാമി ഏർപ്പാടിനായി വിട്ടുകൊടുത്തത്. അതൊന്നുമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ UDF പരിശോധിക്കുന്നതിൽ എന്തേ ആ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ല പറയുന്നത്. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലേക്കൊന്നും UDF കടക്കുന്നതേ ഇല്ലല്ലോ. രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന്. അതിലൊക്കെ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാന പ്രശ്നം ഈ അഴിമതിയും ക്രമക്കേടും ചട്ടവിരുദ്ധമായ ഇടപാടും ഒക്കെയാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ ഈ ആറന്മുളയുടെ കാര്യമായിക്കൊള്ളട്ടെ, മെത്രാൻകായൽ ആയിക്കൊള്ളട്ടെ, സന്തോഷ് മാധവന് ഭൂമി കൊടുത്തതായിക്കോട്ടെ, കടമക്കുടിയിലെ പാടം നികത്തി അവിടെ മെഡിസിറ്റി വരാൻ, ഈ പദ്ധതികളൊക്കെ പരിശോധിക്കുമ്പോൾ അവസാന ഘട്ടങ്ങളിലെടുത്ത ഈ തീരുമാനങ്ങളിലൊക്കെ ഉള്ളത് ആരോപണങ്ങൾ അഴിമതിയാണ്. അതിൽ പ്രഥമദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെട്ടതിൽ കേസ് രജിസ്റ്റർ ചെയ്യാനും പറയുന്നു. അപ്പോൾ താങ്കൾ നേരത്തെ ഇടതുമുന്നണിയെ ഇതിൽ കുറ്റപ്പെടുത്തിയെങ്കിൽ ആ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായ നടപടി, ഞാൻ ആറന്മുളയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ താങ്കളോട് യോജിക്കാം, പക്ഷേ മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമേ അവരുണ്ടായിരുന്നില്ല. പക്ഷേ അത് UDF-ൻ്റെ കാലത്തെത്തുമ്പോഴേക്കും ഭ്രാന്തമായി അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിജയകുമാറെ, ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഇതുപോലുള്ള അഴിമതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക മാത്രമല്ല, അഴിമതി നടത്തുവാൻ മുൻകൈയെടുത്ത അല്ലെങ്കിൽ അഴിമതിക്ക് പ്രേരണ നൽകിയ ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% എൻ്റെ സ്നേഹിതന്മാരോട് യോജിക്കുക. ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരവും ഞങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടച്ചാക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ സത്യസന്ധമായി നല്ല ലക്ഷ്യത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയും അഴിമതിയുടെ പേരിൽ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ വിജയകുമാർ ചോദിച്ച സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട കേസ് ഞാനത് അന്വേഷിച്ചു. ഏതായാലും മൂവാറ്റുപുഴ കോടതി ഒരു FIR ഇടാൻ പറഞ്ഞു. FIR ഇട്ട് അന്വേഷണം നടക്കട്ടെ. ഞാൻ ആ അന്വേഷണത്തെ പരിപൂർണമായി സ്വാഗതം ചെയ്യുക. തെറ്റാറ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. അഴിമതി ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് കണ്ടെത്തണം, അഴിമതി തടയണം. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതിയെ വെച്ച് നല്ല കാര്യം അവർ വെക്കട്ടെ, പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടണം. അതിനൊക്കെ ഞങ്ങളൊക്കെ പൂർണ്ണമായ അനുകൂലം തന്നെയാണ്, അല്ലാന്നൊന്നും ആരും ധരിക്കണ്ട. ഇപ്പോൾ ഒരു ഗവൺമെൻറ് തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്ത ഗവൺമെൻറ്റിനെയും തെറ്റ് ചെയ്ത ആളുകളെയും പരിപൂർണമായി സംരക്ഷിക്കുക എന്നുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ വസ്തുതാപരമായി നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന ഭൂമി, ആ ഭൂമിക്ക് സന്തോഷ് മാധവനുമായി ഒരു ബന്ധവും ഇല്ല. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രമുഖമായ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനി, ഒരു IT കമ്പനി ഒരു പ്രോജക്റ്റുമായി വന്നപ്പോൾ അത് പരിശോധിച്ച് നിയമം അനുവദിക്കുമെങ്കിൽ, എല്ലാ കാര്യങ്ങളും അനുവദിക്കുമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമോ എന്നൊരു ചോദ്യമാണ് ക്യാബിനറ്റ് മുമ്പാകെ വന്നത്. വ്യവസായ മന്ത്രി പാർക്കുകൾ നടത്തി പരിചയമുണ്ട്. നമ്മളതൊക്കെ നേരത്തെ പരിശോധിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ പ്രമുഖമായ IT കമ്പനി ആയിരുന്നില്ല അത്. അതിന് സന്തോഷ് മാധവനുമായി ആ ഭൂമിക്ക് ബന്ധമുണ്ടായിരുന്നു. സന്തോഷ് മാധവന്റെ പക്കൽ നിന്നും പുത്തൻവേലിക്കരയിൽ ഏറ്റെടുത്ത ഭൂമിയാണ്, മിച്ചഭൂമിയായി കണ്ട് ഏറ്റെടുത്തതാണ്. ഈ കമ്പനിയുടെ വിവാദ കമ്പനിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതും സന്തോഷ് മാധവനാണ്. അല്ല, ഇതെല്ലാം വാർത്തകളാണ്. അതിൻ്റെ വസ്തുത എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ പറഞ്ഞത് എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങളല്ല. വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് നൽകിയ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കും ഇല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. കോടതിയുടെ പരിഗണനയില്ല, കോടതി FIR ഇടാൻ പറഞ്ഞു. ഇല്ല, ആ വിഷയം കോടതി തള്ളി. PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം കൂടി തള്ളിയതിനു ശേഷമാണ് കേസെടുക്കാൻ ഉത്തരവിട്ടതെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ശ്രീ പ്രസാദ്, ഇപ്പോൾ അവിടെ ആറന്മുളയുടെ കാര്യത്തിൽ ആറന്മുളയിൽ KGSന്റെ കൈവശം കുറച്ച് ഭൂമിയുണ്ടല്ലോ. അവർ ഈ പദ്ധതിയുമായി ഏതു നിലയിൽ സഹകരിക്കുമെന്നത് നമുക്ക് പരിശോധിക്കണം. മറ്റൊന്ന്, ആറന്മുളയുടെ കാര്യത്തിൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വ്യവസായ മേഖല പ്രഖ്യാപനമുണ്ട്. UDF സർക്കാർ ആ പ്രഖ്യാപനം പിൻവലിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഡീനോട്ടിഫൈ ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് ചെയ്തതിൻ്റെ രേഖകൾ ഇപ്പോഴെങ്കിലും ലഭ്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരമൊരു സാഹചര്യമാണ് അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. എങ്ങനെ ഈ സർക്കാരിൻ്റെ ഈ പദ്ധതി, ആ ഭൂമിയിൽ ആകെ കൂടി കൃഷി ഇറക്കാമെന്ന പദ്ധതി അവിടെ നടപ്പാക്കാൻ ജനങ്ങൾക്ക് കഴിയും? ജനങ്ങളാണല്ലോ ഈ പദ്ധതി ഏറ്റെടുത്ത് അവിടെ നടപ്പാക്കേണ്ടത്, സർക്കാർ ചെലവിലാണെങ്കിലും. ശരിയാണ്. വ്യവസായ മേഖലാ പ്രഖ്യാപനം ഇപ്പോഴും ആറന്മുളയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. അത് ഡീനോട്ടിഫൈ ചെയ്യും എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയതാണ്. അത് നാളെ ഇതുവരെയും നടന്നിട്ടില്ല. ആ കാര്യത്തിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ നിലപാടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വ്യവസായ മേഖലാ പ്രഖ്യാപനത്തിനടക്കമുള്ള കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത്തരമൊരു തീരുമാനത്തിന് വേണ്ടിയിട്ട് KGSന്റെ കയ്യിലുള്ള ഭൂമിയുമായിട്ടുള്ള പ്രശ്നമുണ്ട്. 232 ഏക്കർ ഭൂമി KGS കൈവശം വെച്ചിരിക്കുന്നത് മിച്ചഭൂമിയാണ് എന്ന് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയതാണ്. അതിൻ്റെ പേരിൽ KGS കേസ് കൊടുത്തു. ഞാനൊക്കെ അത് കക്ഷി തരാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഞങ്ങളോട് താലൂക്ക് ലാൻഡ് ബോർഡിനെ സമീപിക്കാൻ പറഞ്ഞ് എല്ലാവരെയും കൂടി കേൾക്കണം, KGSകാരെ പരിഗണിക്കാതെയാണ്, അവരെ കേൾക്കാതെയാണ് മിച്ചഭൂമി പ്രഖ്യാപനം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ്. അവരെ കൂടി കേൾക്കണം, ആ പ്രഖ്യാപനം ശരിയല്ല എന്നൊന്നും ഹൈക്കോടതി പറഞ്ഞില്ല, അവരെ കൂടി കേൾക്കണം എന്ന് പറഞ്ഞ് വിടുകയായിരുന്നു. ആ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഒരു മെല്ലെപ്പോക്ക് സമീപനമാണ് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് സ്വീകരിച്ചത്. പലതവണ ഞങ്ങളെല്ലാം ഹിയറിങ്ങിനായിട്ട് വിളിക്കുകയും ഏറ്റവും അവസാനം ഉരുട്ടിപ്പരട്ടി ഇടുന്ന ഒരു തരത്തിലേക്ക് ഒരു റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ കാര്യത്തിലെല്ലാം സുവ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും
ജനങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ അധികാരികൾ തന്നെ കണ്ടെത്തിയ കളക്ടറും താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ചെയർമാനും എല്ലാം ഒരു സമയത്ത് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന തരത്തിലായിരിക്കില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് നീങ്ങാൻ പോകുന്നതെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ കേസിൽ കക്ഷി ചേരുക എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണകൂടം ആറന്മുള സമരത്തിൽ കക്ഷി ചേർന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VS സുനിൽകുമാർ എന്ന കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ആറന്മുളയിൽ കൃഷി നടത്താൻ എല്ലാ സഹായവും ചെയ്യും എന്ന് പറയുന്നത് ഈ മിച്ചഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, KGSന്റെ കീഴിലിരിക്കുന്ന ഭൂമിയിൽ മാത്രമല്ല, KGS ഇങ്ങനെ തോട് നികത്തിയതിൻ്റെയും ചാലു മണ്ണിട്ട് മൂടിയതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവിടുത്തെ നൂറുകണക്കിന് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാനാണ് കൃഷി വകുപ്പിന്റെ സെക്രട്ടറി ശ്രീ VS സുനിൽകുമാർ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവർ വന്ന് കൃഷിമന്ത്രി അടക്കമുള്ളവർ സ്ഥലത്ത് വന്ന് കണ്ടതെല്ലാം പഠിച്ച് ബോധ്യപ്പെടുമ്പോൾ നൂറുകണക്കിന് കൃഷിക്കാർക്ക് പ്രതീക്ഷയുണ്ടാവുന്നു. ഞങ്ങളുടെ വയലുകളിൽ, ഞങ്ങളുടെ പുഞ്ചയിൽ ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ കഴിയും എന്നുള്ളത്. അതൊരു സമരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമരത്തോട് കേരളത്തിലെ ഗവൺമെന്റ് സമരത്തിൽ കക്ഷി ചേരലാണ്. കേവലമായൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ മാത്രമല്ല, ഒരു കക്ഷി ചേരൽ കൂടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. ഇനി നമുക്ക് നശിപ്പിക്കാൻ വയലില്ല എന്ന് ലോകം മൊത്തം പറയുകയാണ്. 1 ഏക്കർ വയൽ 4,80,00,000 ലിറ്റർ വെള്ളം സംഭരിക്കുന്നുണ്ട് എന്ന കണക്ക് കൂടി മനസ്സിലാക്കിയിട്ട് വേണം വേനലിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കേരളം ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇവിടെ ഡേറ്റാ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയട്ടെ, 4 യോഗങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഇതിനകം തന്നെ വിളിച്ചു ചേർത്തത് ഡേറ്റാ ബാങ്കുമായി. നാളെ ഒരു സുപ്രധാന യോഗം ചീഫ് സെക്രട്ടറിയും ISROയിലെ പ്രമുഖന്മാരും അടങ്ങുന്നവർ ചേർന്നിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഡേറ്റാ ബാങ്ക്, കൃത്യതയോടുകൂടിയുള്ള ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിച്ച് അവശേഷിക്കുന്ന ഇടങ്ങളിലെ ഡേറ്റാ ബാങ്കുകൾ കൂടി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ അടിയന്തരമായ യോഗം ചേരാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഒരു ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കുന്ന ആത്മാർത്ഥത എന്തുണ്ട് എന്ന് നമുക്ക് കൃത്യതയോടുകൂടി എന്നവണ്ണം ബോധ്യപ്പെടുകയാണ്. ഈ തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറന്മുളയിലെ എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെല്ലാം പരിഹരിക്കുന്നതിനും ആറന്മുളയിലെ ജനങ്ങളെ സഹായിക്കുന്നതിനും ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിരവധിയായ കേസുകൾ ഇപ്പോഴും കേരളത്തിലെ ഹൈക്കോടതിയിൽ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഞാൻ അടക്കം കൊടുത്തിട്ടുള്ള കേസുകൾ ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ പെൻഡിങ്ങായി നിൽക്കുന്നുണ്ട്. ഈ കാര്യത്തിലെല്ലാം ഈ ഗവൺമെന്റിന് മുൻ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട് എന്നുള്ള സൂചന തന്നെ ആദ്യം 1 മാസം തികയതിന് മുൻപ് തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാ സമരത്തിൽ കക്ഷി ചേർന്നിരിക്കുന്നു ഒരു ഭരണകൂടം എന്ന്. ഇനി നമുക്ക് നശിപ്പിക്കാൻ വയലുകളില്ല എന്നുള്ളതും നമ്മുടെ തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും ലോകം മൊത്തം ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്കിനി വ്യവസായ മേഖലയുടെ പ്രശ്നം വരുന്നുണ്ട്, മിച്ചഭൂമിയുടെ പ്രശ്നം വരുന്നുണ്ട്, തോട്ടിലെ മണ്ണെടുത്ത് നീക്കുക എന്നുള്ള വഴിപാട് രീതികൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വളരെ ഗൗരവമായി സർക്കാരിന്റെ മുന്നിലേക്ക് വരികയുമാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പലവട്ടം ഈ വിഷയം പരിശോധിച്ചിട്ടുള്ളതാണ്. ഡാറ്റാ ബാങ്ക് ഇല്ലാത്തതാണ് നെൽവയൽ തണ്ണീർത്തട നിയമം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത്. അല്ലെങ്കിൽ തെറ്റുകളോടുകൂടിയ, പിഴവുകളോടുകൂടി പ്രസിദ്ധീകരിച്ച, വിജ്ഞാപനം ചെയ്ത ഡാറ്റാ ബാങ്കിൻ്റെ ആനുകൂല്യം പലരും നേടുന്നുമുണ്ട്. അതും ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെയാണ് മിച്ചഭൂമി ഏറ്റെടുത്തത് സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടാകേണ്ടത്. ഇപ്പോൾ പുത്തൻവേലിക്കരയിലെ മിച്ചഭൂമി ആ ഏറ്റെടുത്ത വ്യക്തിയുടെ ബിനാമി ഏർപ്പാടുകൾക്കോ അല്ലെങ്കിൽ അയാൾ ഇടനിലക്കാരനായ ഏർപ്പാടുകൾക്കോ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഈ സർക്കാർ ഈ മേഖലയിലെ, അതായത് നമ്മുടെ നെൽവയലും തണ്ണീർത്തടവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തു തുടങ്ങിയോ ഈ സർക്കാരും കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ഒക്കെ? ഹരീഷിനോടായിരുന്നു ചോദിച്ചത്. ഈ സർക്കാരിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാറിന് വ്യക്തിപരമായി തന്നെ താല്പര്യമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അദ്ദേഹം ഈ നിയമം വന്ന കാലത്ത് തന്നെ അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ശ്രീ മുല്ലക്കര രത്നാകരനുമായി സഹകരിച്ചുകൊണ്ട് തൃശ്ശൂർ കോൾപ്പാടങ്ങളിൽ കൃഷി ഇറക്കുകയും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നികത്തിയ ഒരു പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി കളക്ടറെ കൊണ്ട് നടപടിയെടുപ്പിച്ച ഒരു MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ്, പ്രത്യേകിച്ച് ശ്രീ മുല്ലക്കര രത്നാകരനെ പോലെ 5 വർഷത്തെ കൃഷിമന്ത്രിയായി ഈ നിയമം നടപ്പാക്കിയുള്ള പാരമ്പര്യമുള്ള ആളുകളുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് ഫലപ്രദമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ചില പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാറ്റാ ബാങ്ക് നടപ്പാക്കണമെങ്കിൽ ഇനിയൊരു സാറ്റലൈറ്റ് ഇമേജ് ആവശ്യമാണ്. അതിനൊരു 30-35 കോടിയോളം രൂപ ആവശ്യമാണ്.
അതിൽ വലിയ തോതിൽ കേരളത്തിലെ കൃഷി വകുപ്പ് ഓഫീസർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും അതിൻ്റെ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ട പരിശീലനം ലഭ്യമാക്കേണ്ടതുണ്ട്. നമുക്കൊരു മാപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ സർക്കാർ ചെയ്യുകയും ഒപ്പം തന്നെ നിയമത്തിൽ തന്നെയുള്ള ചില പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ സർക്കാർ പോകുന്ന സമയത്ത് 2008 വരെയുള്ള മുഴുവൻ നികത്തലും സാധൂകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരികയുണ്ടായി. ആ നിയമ ഭേദഗതി വാസ്തവത്തിൽ നെൽവയലിന്റെ അന്തകനാണ്. അതുകൊണ്ട് ആ നിയമ ഭേദഗതി പരിഷ്കരിക്കേണ്ടതുണ്ട്. അത് റദ്ദാക്കണമെങ്കിൽ റദ്ദാക്കേണ്ടതുണ്ട്. പ്രായോഗികമായി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് അമെൻമെന്റുകൾ വരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവരുടെ ഭൂമി നോട്ടീസ് കൊടുത്ത് ലാൻഡ് അക്വിസിഷൻ മോഡലിൽ ഏറ്റെടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ കൂടുതൽ ശക്തിമത്തായ രീതിയിൽ ഈ നിയമത്തെ ശക്തിപ്പെടുത്തണം. അതിനു വേണ്ട ഒരു പൊതു ചർച്ച തന്നെ ഒരുപക്ഷെ ഈ സർക്കാർ തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ ഈ ഉന്നയിച്ച വിഷയങ്ങൾ ഏറ്റെടുത്ത സർക്കാരിന് ഹൃദയംഗമമായ അഭിനന്ദനം അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇക്കാര്യത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ സ്ഥാപനങ്ങൾ, ഈ കമ്പനികൾ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുമെന്നതടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു നയപരമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പദ്ധതികൾക്കായി, വിവാദ പദ്ധതികൾക്കായി വിട്ടുകൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യാൻ, ജനകീയ ഇടപെടലിലൂടെ കൃഷി ഇറക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നാണ് ഇന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ അറിയിച്ചത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലായിരുന്നു നമ്മൾ ഈ വിഷയം വിശദമായി തന്നെ പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ മുല്ലക്കട രത്നാകരൻ, ശ്രീ ജോണി നെല്ലൂർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ P പ്രസാദ്, എല്ലാവർക്കും നന്ദി.